Hi friends, Mr. Rad's പുതിയൊരു അടിപൊളി അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്ന ഐറ്റം ഇതല്ല, ഇത് തീരെ ചെറുതാണ്. നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു ഐറ്റമാണ്. പുതിയതായി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തെടുക്കും ഓൾറെഡി ചാനലുള്ളവർക്കും വളരെ യൂസ്ഫുൾ ഒരു ഐറ്റം. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഇൻഡോർ വീഡിയോസ്, ചെറിയ ഷോർട്ട് ഫിലിംസ്, കുക്കിംഗ് വീഡിയോസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റുഡിയോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഐറ്റമാണിത്. കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ഐറ്റമാണ്. ഹാരിസൺ ക്വാഡ്ലക്സ് മാർക്ക് 2 ഡബിൾ ലൈറ്റ് കിറ്റ്, അതാണ് ഇന്നത്തെ ഐറ്റം. ഞാൻ ഇത് ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പ് ഓർഡർ ചെയ്തതാണ്. ഡെലിവറി മാർച്ച് 25 ആയിരുന്നു. അന്നാണ് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻസൊക്കെ മാറി എനിക്ക് ഡെലിവറി ആയത് മെയ് 17 ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വീഡിയോയുടെ മെയിൻ പാർട്ടാണ്. എക്സാമ്പിൾ ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ മെയിൻ ലൈറ്റ് ഞാൻ ഓഫാക്കി, ഇനി ഓണാക്കാം. അപ്പോൾ ആ വ്യത്യാസം കണ്ടോ? ലൈറ്റിംഗ് വരുമ്പോൾ തന്നെ ആ വീഡിയോയുടെ ക്വാളിറ്റി തന്നെ മാറുന്നൊരു ഫീൽ കിട്ടി. ഇപ്പോഴത്തെ എൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒരേ ഒരു ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കി റൂമിൽ 2-3 ലൈറ്റ്സ് നോർമൽ CFL LED ലാംപ്സും വെച്ചാണ് ചെയ്യുന്നത്. ഇതും എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ ഇതിന് തിരിച്ചു കൊടുക്കും വേണം. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ നോക്കിയപ്പോൾ ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് കിറ്റാണ് എനിക്ക് ഇത് കിട്ടിയത്. അപ്പോൾ തന്നെ ഓർഡർ ചെയ്യുകയും ചെയ്തു. ഇത് ഒരു ഡബിൾ ലൈറ്റ് കിറ്റാണ്. അതായത് 2 ലൈറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതെന്തിനാണ് 2 വാങ്ങിയെന്നുള്ളത് അൺബോക്സിങ് ചെയ്യുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനായിരിക്കും യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ലൈറ്റ് വേണമെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യുക. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ടേൺ ഓൺ ചെയ്ത്. അപ്പോൾ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാണ്. കുറേ എയർ ബബിൾസ് ആണുള്ളത്. കുറേ ഇത് ക്യാരി കേസാണ്. ഈ ഡബിൾ കിറ്റ് വാങ്ങുമ്പോൾ മാത്രം കിട്ടുന്നതാണ്. ക്യാരി കേസ് അതിൻ്റെ കൂടെ തന്നെ വരും. സിംഗിളും ഇതിൻ്റെ അവൈലബിൾ ആണ്. സിംഗിളിൽ ക്യാരി കേസ് അവൈലബിൾ അല്ല. ഇതാണ് സ്റ്റാൻഡ്. നല്ല വെയിറ്റ് ഉണ്ട്. ഈ ഐറ്റം നമുക്ക് മാറ്റിയിടാം. ഈ പെട്ടി നമുക്ക് അൺബോക്സ് ചെയ്തിട്ടേക്കാം. ഇത് വേറൊന്നുമല്ല, ഇതിലേക്ക് വയ്ക്കാനുള്ള CFL ബൾബുകളാണ്. LED ബൾബുകളാണ്, CFL അല്ല. കാരണം ഇതിൻ്റെ കൂടെ ലൈറ്റ് വരില്ല. ജസ്റ്റ് ലൈറ്റ് ഫിക്സ് ചെയ്യാനുള്ള മൗണ്ട് മാത്രമേ ഉള്ളൂ. 12 വാൾട്ടിൻ്റെ 4 ഇത് 9 വാട്ടിൻ്റെ 4 വേറെ ബൾബ്. മൊത്തം 8 ബൾബാണ് ആവശ്യം. അതായത് 4 ഒരെണ്ണത്തിലും 4 മറ്റേ രണ്ടാമത്തെ കിറ്റിലുമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് നോക്കി നോക്കാം എന്തൊക്കെയാണുള്ളത്. ഇതാണ് ലൈറ്റ് സ്റ്റാൻഡ്. ഇത് ഒരു ലൈറ്റിൻ്റെ സ്റ്റാൻഡാണിത്. നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം 12 അടി വരെ ഹൈറ്റിൽ ഇത് വെക്കാൻ പറ്റും. നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്. നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് അതിൻ്റെ മെറ്റീരിയൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയാണെന്ന്. ഇത് ബില്ലാണ്. 2 പവർ കോഡ്, അതായത് ബൾബ് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റിലേക്കുള്ളത്. ഇതാണ് സാധനം. ഓക്കെ, ഇതാണ് ഐറ്റം. 4 ബൾബ് കുത്താനുള്ള സ്പോട്ട്, ഇത് അറ്റാച്ച് ചെയ്യാനുള്ള സ്പോട്ട്, ഇത് പവർ ഓൺ ഓഫ് ബട്ടണ്, പ്ലഗ്. എന്തായാലും ഇത് ഡിഫ്യൂസർ ഫിറ്റ് ചെയ്യാനുള്ള ഇതാണ്. അതിൻ്റെ കവർ ക്യാരി ബാഗാണ്. അതൊന്ന് താഴത്തേക്ക് വെക്കണം. ഇത് രണ്ടാമത്തെ ഡിഫ്യൂസർ. പിന്നെ അതിൻ്റെ യൂസേജ് കിറ്റ് ഇതുണ്ട്, മാനുവലുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് താഴത്തേക്ക് വയ്ക്കാം. ഇത് രണ്ടാമത്തെ ഡിഫ്യൂസർ കിറ്റിൻ്റെ ഹോൾഡറാണ്. ഇത് അതിൻ്റെ കിറ്റ് ഡിഫ്യൂസർ. അപ്പോൾ ഇത് രണ്ടും നമുക്കിപ്പോൾ തുറക്കാം. അപ്പോൾ ഇതെന്താണെന്ന് ലേറ്റർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഡിഫ്യൂസർ എന്താണ്, ഡിഫ്യൂസർ കിറ്റും. അത് നമുക്ക് സ്റ്റാൻഡ് നോക്കാം. നല്ല ടൈറ്റാണ്. സ്റ്റാൻഡിൻ്റെ ഓക്കെ, ഇപ്പോൾ സെറ്റായി. ഓക്കെ, ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇനി ഇത് ടൈറ്റ് ആക്കണം.
ഓക്കെ, ഇത് പമ്പ് സെക്ഷൻ പോലെയാണ്. ഇത് കണ്ടില്ലേ, എപ്പോഴും തുറക്കുമ്പോൾ സൂക്ഷിക്കണം, ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പൊന്തി വരും. ഇതാണ് ഫസ്റ്റ് ലൈറ്റ്. നമുക്ക് ആദ്യം ഇത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ലൈറ്റ് സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്യേണ്ട സാധനം. 4 ബൾബ് വരെ വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 75 വാട്ട് വരെ ഉള്ളത് കപ്പാസിറ്റി ഉണ്ട്. അതായത് 4 ഇതും കൂടി കമ്പൈൻ ചെയ്തിട്ട് 75 വാട്ട് വരെ ഇതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് 4 ബൾബ്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് E27 ത്രെഡിങ് ആണ്. അതായത് E27 ബേസുള്ള ലൈറ്റുകൾ മാത്രമേ പറ്റുള്ളൂ. അതായത് നോർമൽ വീട്ടിൽ വെക്കുന്ന ഹോൾഡർ അല്ല, E27 വേറെയാണ്. ഞാൻ മോഡലാണ് വാങ്ങിയേക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇനി നമുക്കിത് ലൈറ്റ് ഇതിൽ ഫിറ്റ് ചെയ്യാം. നല്ല ടൈറ്റ് ആക്കണം, കാരണം അത്യാവശ്യം വെയിറ്റുള്ള രീതി ഇതാണെങ്കിൽ. ഇതിൽ ഓയിൽ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു, അതാണ് കയ്യിലൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഡിഫ്യൂസർ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് നമുക്ക് വല്ലാണ്ട് ബ്രൈറ്റ്നസ് വേണമെങ്കിൽ അത് കുറച്ച് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഡിഫ്യൂസർ. ഇതിലത് ഇതാ ഡിഫ്യൂസ് ചെയ്യാനുള്ള കോട്ടിങ്, പിന്നെ അത് 4 സ്റ്റാൻഡ്, ഒരറ്റത്ത് പ്ലാസ്റ്റിക്കും ഒരറ്റത്ത് ഇതാണ് അയണുമാണ്. 4 ഉണ്ട്. നമുക്ക് അത് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാ ഇതും സ്റ്റീലാണ് ബിൽഡ് ചെയ്തേക്കണത്. ഇതിൽ നമുക്കത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2-3 പേര് വേണ്ടതെന്ന്, അതായത് ഞാനും എൻ്റെ ഫ്രണ്ടും എൻ്റെ അനിയനും കൂടിയും ചേർത്തിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തത്. നല്ല ബലമുണ്ട്, കുറച്ച് പാടാണ്. 2 പേരില്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് ഇതിൽ ഫിറ്റ് ചെയ്യാണ്. ഇതിൽ ഓൾറെഡി ഒരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പിലേക്ക് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് വിടുക. ഇപ്പോൾ ലോക്കായി. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ ഞാൻ ബൾബുകൾ ആഡ് ചെയ്യാം. അതായത് 2 12 വാട്ടിൻ്റെയും 2 9 വാട്ടിൻ്റെയാണ് ഞാൻ ഒരെണ്ണത്തിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെയായിരിക്കും രണ്ടാമത്തെയും ചെയ്യാം. ആദ്യം നമുക്ക് ഒരെണ്ണത്തേക്കുള്ള ലൈറ്റ് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, E27 എന്ന് പറയുന്നതിന് മറ്റേ ക്ലിപ്പ് ഉണ്ടാവില്ല 2 ഇത് റൗണ്ടായിരിക്കും, തിരിച്ച് കയറ്റേണ്ടതാണ്. രണ്ടാമത്തെ ഓപ്പോസിറ്റായിട്ട് ഞാൻ വെക്കണം, ഒരുമിച്ച് വെക്കുന്നില്ല. എന്നിട്ട് 2 9 മുകളിൽ കൊടുക്കും. 2 12 വാട്ട് ഇട്ടു. ഇനി 2 9 വാട്ടും കൂടി ഇടാം. അത് കുറച്ച് ചെറിയ ബൾബാണ്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഇത് സോഫ്റ്റ് ബോക്സ് ഇടുന്നതിന് മുമ്പ് എത്ര പവർ വരുന്നുണ്ടെന്ന് ലൈറ്റ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. 2 12 വാട്ടിൻ്റെയും 2 9 വാട്ടിൻ്റെയും ബൾബാണ്, LED ബൾബാണ് ഞാൻ വെച്ചേക്കുന്നത്. കോഡിന് അത്യാവശ്യം നല്ല നീളമുണ്ട്. പ്ലഗ് പോയിന്റിൽ ഇത് കുത്തിയിട്ടുണ്ട്, ബാക്കിൽ ഇതിലെ സോക്കറ്റിലും കുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലുള്ള ആപ്പാടുള്ള സ്വിച്ച് എന്ന് പറയുന്നത് ഓൺ ഓഫ് എന്ന് പറഞ്ഞ ബട്ടൺ മാത്രമാണ്. ഇപ്പോൾ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഒന്നും ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. 4 ബൾബ് വെച്ചതിൻ്റെ അതിൻ്റെ എത്ര പവർ ഉണ്ടോ അത് ഫുള്ള് ഇത് കിട്ടും. അപ്പോൾ ഞാൻ മറ്റേ 2 മെയിൻ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആക്കിയിട്ട് ഈ ലൈറ്റ് മാത്രം ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇത് ഭയങ്കര ബ്രൈറ്റാണ്. നല്ല ക്ലിയർ വൈറ്റ് എന്ന് പറഞ്ഞ മോഡലുള്ള ബൾബാണ് ഞാൻ വാങ്ങിയത്. നല്ല വെളിച്ചമുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ സോഫ്റ്റ് ബോക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി എങ്ങനെ കുറയും നമുക്ക് നോക്കാം. ഇപ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ നല്ലൊരു വെളിച്ചമുണ്ട്, നല്ലൊരു ഡിഫറൻസ് ഉണ്ട് മറ്റേ ലൈറ്റെന്ന് ഫീൽ ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ മറ്റേ ലൈറ്റ് കൂടി നമുക്ക് സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പഴയ ലൈറ്റിങ് മാറ്റിയിട്ട് ഈ പുതിയ ലൈറ്റ് വയ്ക്കുമ്പോൾ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഞാൻ മറ്റത് ഫിക്സ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഓൾറെഡി ഒരെണ്ണം ഫിക്സ് ചെയ്ത് കാണിച്ചുകൊണ്ട്. നമുക്ക് ഞാൻ മറ്റത് ഫിക്സ് ചെയ്തിട്ട് ലൈറ്റ് ഒന്ന് വെച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ 2 ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് ഒരെണ്ണം ലെഫ്റ്റിലും ഒരെണ്ണം റൈറ്റിലും വെച്ചിട്ടുണ്ട്. റൈറ്റിലുള്ളത് കുറച്ചുകൂടി അടുത്താണ്, അതാണ് മെയിൻ ലൈറ്റ്. ലെഫ്റ്റിലെ ഫിൽ ലൈറ്റ് എന്ന് പറയും, അതായത് ഷാഡോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ, ഓൺ ആക്കിയിട്ടില്ല. ഇപ്പം ഞാൻ ഉള്ളത് ഇതിന് വീഡിയോ എങ്ങനെ ഇതുവരെ ആയിരുന്നു അതേപോലെ തന്നെയുള്ള ലൈറ്റിങ്ങിലാണ്. ഇനി നമുക്ക് അതായത് ഇതുവരെ ഉപയോഗിച്ചിരുന്ന ലൈറ്റിംഗ് മാറ്റിയിട്ട് ഇന്ന് അൺബോക്സ് ചെയ്ത ലൈറ്റ് വെച്ചിട്ടുള്ള ലൈറ്റിംഗ് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. ഞാൻ ബാക്കിയുള്ള ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ആക്കണം. ഇപ്പം ഞാൻ ഓൺ ചെയ്തേക്കുന്നത് പുതിയ ലൈറ്റ് മാത്രമാണ്. റൈറ്റിലുള്ളത് മെയിൻ ലൈറ്റ്, ലെഫ്റ്റിലുള്ളത് ഫിൽ ലൈറ്റുമാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എന്തിനാണ് ഞാൻ 2 ലൈറ്റ് വാങ്ങിയെന്നുള്ളത്. കാരണം ഇത് കുറച്ചടുത്തായിരിക്കും നല്ലതായിട്ട് നമ്മുടെ ഫോക്കസിന് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സൈഡിലെ ലൈറ്റ് വയ്ക്കുന്നത് നമ്മുടെ ഷാഡോസിൻ്റെ ഇത് കുറയ്ക്കാനായിട്ട്, അതായത് ഷാഡോസിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ടുണ്ട്, ഒരു ഡെപ്ത് ഫീൽ ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പഴയ ലൈറ്റും ഇപ്പോഴത്തെ പുതിയ ഇന്ന് അൺബോക്സ് ചെയ്ത ലൈറ്റിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 2 ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും വെളിച്ചം എനിക്ക് കിട്ടുന്നത്. ഇതിന് മുമ്പത്തുള്ള വീഡിയോകളിലും, അതായത് ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങും ഞാൻ ചെയ്തേക്കണത് എൻ്റെ പഴയ ലൈറ്റിങ് വെച്ചിട്ടാണ്. അതായത് ഒരു മെയിൻ ലൈറ്റ്, പിന്നെ ബാക്കിയുള്ളത് 1 2 3 4 സാധാ LED ബൾബ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് എൻ്റെ അവിടെയുള്ള ഹോൾഡറൊക്കെ വെച്ചിട്ടാണ് ഞാൻ ലൈറ്റ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇനി മുതലുള്ള വീഡിയോസിൽ നമുക്ക് ഈ ലൈറ്റിങ് വെച്ചിട്ടായിരിക്കും നമ്മളെല്ലാം ചെയ്യുന്നുണ്ടാവുക. നല്ല അടിപൊളി ലൈറ്റിംഗ് ആണ്. സോഫ്റ്റ് ബോക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്രയും ഹാർഡായിട്ട് നമ്മുടെ മുഖത്തേക്ക് ആ ലൈറ്റ് അടിക്കുന്നില്ല.
നല്ല ഇതാണ്. പിന്നെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ട് ബൾബുകൾ മാറ്റി വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ അത് മാത്രമാണ് കുറച്ച് പാടുള്ളത്, കാരണം ഇതിന് ഇൻറ്റൻസിറ്റി കുറയ്ക്കാനുള്ളൊരു സെറ്റപ്പ് ഇതിൻ്റെ ബാക്കിൽ ആകപ്പാടെ ഓൺ ഓഫ് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് ഇതിൻ്റെ തോന്നിയത്. പിന്നെ ക്യാരി ചെയ്യാനായിട്ടുള്ളതാണ് ഇത്, സ്റ്റാൻഡ് ക്യാരി ചെയ്യാനുള്ളത്. ഇത് ലൈറ്റ്സും അതിൻ്റെ ബാക്കിയുള്ള സോഫ്റ്റ് ബോക്സ് ഐറ്റംസൊക്കെ ക്യാരി ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ സോഫ്റ്റ് ബോക്സ് തനിയായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകണം, കാരണം അത് വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്, അത് കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും അതിൻ്റെ വേറെ സ്റ്റിക്കുകളും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് തനി 2 കവറുകളുണ്ട്. ഇത് മൊത്തം പാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക, ലൈറ്റിൻ്റെ ഇതൊക്കെ വെക്കാനുള്ളത് തനി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച്, അതായത് ആദ്യത്തെ പ്രാവശ്യമായതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എടുത്തു. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇനി മുതലുള്ള ടൈമിൽ എനിക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് എനിക്ക് ഈ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു ചെറിയ ലൈറ്റിങ്ങിൻ്റെ ഡിഫറൻസ് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ മേക്കിങ്ങിന് ഒരുപാട് ക്വാളിറ്റി വ്യത്യാസം വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഈ വീഡിയോ മേക്കിങ്ങിൽ. ചെറിയ ഈ രണ്ട് ലൈറ്റ്സ് വെച്ചപ്പോൾ തന്നെ ഒരുപാട് ക്വാളിറ്റി വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, മറ്റേന്ന് സ്വിച്ച് ചെയ്തിട്ട് ഇതിലേക്ക് വന്നപ്പോൾ. ഇതിൽ നമുക്ക് കളർ മോഡ് മാറ്റാനുള്ള സെറ്റപ്പ് ഇല്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ടങ്സ്റ്റൻ ബൾബുകൾ ഈ LED ഉപയോഗിക്കുകയാണെങ്കിൽ കളർ മോഡും മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു യെല്ലോയിഷ് ടോണൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കറൻ്റ്ലി ഞാൻ ക്ലിയർ വൈറ്റ് ആയിട്ടുള്ള ബൾബുകൾ LED ബൾബുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് കാരണമാണ് ഈ ഒരു ഡേ ലൈറ്റ് ലുക്ക്. നമുക്ക് ഇഷ്ടമുള്ള കളർ ടോൺ വെച്ചിട്ട് അത് മാറ്റാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ പഴയ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക, എന്നിട്ട് ഇപ്പോഴത്തെ ഈ ലൈറ്റ് വെച്ചുള്ള വീഡിയോ വെച്ച് നോക്കുക, എന്നിട്ട് എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് തോന്നി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ലൈറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ഹോം സ്റ്റുഡിയോ വീട്ടിൽ യൂട്യൂബിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് 2 ലൈറ്റുകളാണ് ഈ 2 ഏകദേശം 8600 രൂപയാണ് ഇതിൻ്റെ വില. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പോയി വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യണമെങ്കിൽ സജസ്റ്റും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുള്ള ഒരു വീഡിയോയിൽ ലൈറ്റിംഗ് എത്രത്തോളം മാറ്റം വരുന്നുണ്ടെന്ന്. ഇപ്പോൾ നിങ്ങളൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു യൂട്യൂബർ ആണ്, നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക കുറച്ച് പൈസ ലൈറ്റിങ്ങിനൊക്കെ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ചെറിയ വിലയ്ക്ക് കിട്ടാവുന്ന ഒരു ലൈറ്റിംഗ് കിറ്റാണ് ഞാൻ ഈ പറയുന്ന ക്വാഡ്ലക്സ് മാർക്ക് 2 ഡബിൾ കിറ്റ്. അത് 2 ലൈറ്റ് ഉള്ളതാണ് ഡബിൾ കിറ്റ്. സിംഗിൾ കിറ്റും അവൈലബിൾ ആണ്. സിംഗിൾ ലൈറ്റ് കൊണ്ട് വേണമെങ്കിലും കാര്യങ്ങൾ നടത്താൻ പറ്റും. ഞാനിപ്പോൾ ഡബിൾ ലൈറ്റ് വാങ്ങേണ്ട ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, ഷാഡോ അത് കളയാൻ വേണ്ടിയിട്ടാണ്, ഷാഡോയുടെ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡബിൾ കിറ്റ് മെയിനായിട്ട് വാങ്ങിയത്. പിന്നെ എൻ്റെ റൂം എന്ന് പറയുന്നത് കുറച്ച് ഡാർക്കാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യണത്, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ കിറ്റിൽ തന്നെ കാര്യങ്ങൾ അത്യാവശ്യം ഇത്തിരി ലൈറ്റ് വരുന്ന റൂം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ കിറ്റിൽ തന്നെ കാര്യങ്ങൾ നടത്താൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങും ഇപ്പോൾ ഈ തീരുന്ന ഭാഗവും നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ ഡിഫറൻസ് ഫീൽ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള അടിപൊളി അൺബോക്സിങ് കൂടാതെ റിവാർഡ് ആപ്പ്, ടെക് ട്രാവൽ ആൻഡ് റിവ്യൂ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ടേൺ ഓൺ ചെയ്താൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഇനിയും ഇതേപോലെ അടിപൊളി കിടിലൻ പ്രൊഡക്ട്സുമായിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.